Hello students, welcome to the fifth module. So this is the first session in the fifth module. So this module is all about vibrations. Vibration. So vibration, you may have a little idea about vibration, right? എന്താണ് vibration? To and fro motion. To and fro motion. ഇതാണ് നമ്മൾ വൈബ്രേഷൻ എന്ന് പറയുക. അപ്പോൾ ഈ ടു ആൻഡ് ഫ്രോ എ ബോഡി സെറ്റ് ടു വൈബ്രേറ്റ് ഇഫ് ഇറ്റ് ഹാസ് എ ടു ആൻഡ് ഫ്രോ മോഷൻ. എന്താണ് എ ബോഡി സെറ്റ് ടു വൈബ്രേറ്റ് ഇഫ് ഇറ്റ് ഹാസ് എ ടു ആൻഡ് ഫ്രോ മോഷൻ. അപ്പോൾ നിങ്ങൾ ഈ ഒരു പെൻഡുലത്തിൻ്റെ ഒരു പെൻഡുലം അറിയാമല്ലോ, ഒരു സ്ട്രിങ്ങിൽ ഒരു ബോൾ ഫിക്സ് ചെയ്താൽ ഒരു പെൻഡുലത്തെ ഞാൻ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് ഇവിടത്തേക്ക് ഈ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ഇത് റിലീസ് ചെയ്താൽ എന്ത് ചെയ്യും? ഇതിങ്ങനെ മൂവ് ചെയ്യും, പിന്നെ ഇവിടെ എത്തും, മാക്സിമം ഒരു ഹൈറ്റിലെത്തും അല്ലേ, ഇവിടെ എത്തും, പിന്നെ തിരിച്ചങ്ങോട്ട് ഇങ്ങനെ പോവും, ഇങ്ങോട്ട് പോവും, തിരിച്ചിങ്ങനെ പോവും അല്ലേ. അപ്പോൾ ടു ആൻഡ് ഫ്രോ മോഷൻ, അതായത് ഒരു മീൻ പൊസിഷനിൽ അങ്ങോട്ടും ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഇതിങ്ങനെ ആടിക്കൊണ്ടിരിക്കും. എന്താണ് ഇതിന് കാരണം? ഇതിന് കാരണം എന്താണ്? പ്യൂർലി ഗ്രാവിറ്റി. അതായത് ആ ബോളിൻ്റെ വെയിറ്റ് കാരണമാണ് താഴേക്കും റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും ഒക്കെ പോകുന്നത് അല്ലേ. സോ ദ പെൻഡുലം സ്വിങ്സ് ത്രൂ ദ മിഡ് പൊസിഷൻ. അപ്പോൾ ഇതാണ് മിഡ് പൊസിഷൻ, ഇതാണ് മിഡ് പൊസിഷൻ. ആൻഡ് ഇറ്റ് സെൻറ്റർ ഓഫ് മാസ് ഈസ് അറ്റ് ദ ലോവസ്റ്റ് പോയിൻറ്റ്. ഈ ഒരു ലെവലിലാണ്, മിഡ് പോയിൻറ്റിലായിരിക്കും ലോവസ്റ്റ് പോയിൻറ്റിൽ സെൻറ്റർ ഓഫ് മാസ് വരുന്നത്. സെൻറ്റർ ഓഫ് മാസ് ലോവസ്റ്റ് പോയിൻറ്റിൽ വരുന്നത് അതിൻ്റെ മിഡ് പൊസിഷനിലായിരിക്കും അല്ലേ, മിഡ് പൊസിഷൻ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു വർക്കിംഗ് അറിയാമല്ലോ നിങ്ങൾക്ക്. അതായത് ഈ രണ്ട് പോയിൻറ്റിൽ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കും, ഇവിടെയും പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കും അല്ലേ. ഇവിടെ എത്തുമ്പോൾ ഇത് റെസ്റ്റിലേക്ക് എത്തി, ഈ രണ്ട് എക്സ്ട്രീം പൊസിഷനിൽ എത്തുമ്പോൾ റെസ്റ്റ്, അപ്പോൾ മാക്സിമം പൊട്ടൻഷ്യൽ എനർജി, ഇവിടെയും മാക്സിമം പൊട്ടൻഷ്യൽ. ആ പൊട്ടൻഷ്യൽ എനർജി ഇങ്ങോട്ട് വരുമ്പോൾ എന്തായി? ഇവിടെ എത്തുമ്പോൾ മാക്സിമം സ്പീഡായിരിക്കും, അപ്പോൾ ഇവിടെ മാക്സിമം കൈനറ്റിക് എനർജി അല്ലേ. മിഡ് പൊസിഷനിലായിരിക്കും കൈനറ്റിക് എനർജി മാക്സിമം ഉണ്ടാകുന്നത് മിഡ് പൊസിഷനിലായിരിക്കും അല്ലേ. അപ്പോൾ അറ്റ് ഈച്ച് എക്സ്ട്രീമിറ്റി ഓഫ് ഇറ്റ് സ്വിങ് ഇറ്റ് ഹാസ് ഓൺലി പൊട്ടൻഷ്യൽ എനർജി ആൻഡ് അറ്റ് ദി മിഡ് പോയിൻറ്റ് ഇറ്റ് ഹാസ് ഓൺലി കൈനറ്റിക് എനർജി അല്ലേ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും അല്ലേ. പൊട്ടൻഷ്യൽ എനർജി വിൽ ഗെറ്റ് കൺവേർട്ടഡ് ടു കൈനറ്റിക് എനർജി ആൻഡ് ദിസ് കൈനറ്റിക് എനർജി അഗെയിൻ ടു പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ അല്ലേ. പിന്നെ ഇഫ് നോ ഫ്രിക്ഷൻ, ഇഫ് ദർ ഈസ് നോ ഫ്രിക്ഷൻ, പിന്നെന്ത് സംഭവിക്കും? ഇഫ് ദർ ഈസ് നോ ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? മോഷൻ കണ്ടിന്യൂസ് ഇൻഡെഫിനിറ്റ്ലി. അതായത് ഒരു കൃത്യമായ ഒരു ടൈമല്ല, അതിങ്ങനെ ഇൻഡെഫിനിറ്റ്ലി ആയിട്ട് അത് മോഷൻ കണ്ടിന്യൂ ചെയ്ത്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ട്, ഓസിലേഷൻസ്. ഇതിനെന്താ പറയുക? ഓസിലേഷൻ ഓഫ് പെൻഡുലം. അപ്പോൾ നമുക്കറിയാം എന്തുകൊണ്ടാണ് എയറിൻ്റെ ഫ്രിക്ഷൻ. ഇപ്പോൾ അത് ഒരു എയർ എന്ന മീഡിയത്തിലൂടെ അല്ലേ ഓസിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എയറിൻ്റെ ഫ്രിക്ഷൻ കാരണമാണ് നമുക്ക് എനർജി ലോസ്, കൈനറ്റിക് എനർജി ലോസ് സംഭവിച്ച് ഒരു പോയിന്റിൽ എത്തുമ്പോൾ അത് റെസ്റ്റിലേക്ക് വരുന്നത് അല്ലേ. ആ പെൻഡുലം റെസ്റ്റിലേക്ക് വരുന്നത്. ഇഫ് ദർ ഈസ് നോ ഫ്രിക്ഷൻ ഡ്യൂ ടു എയർ ദെൻ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കണം? ദ മോഷൻ ഷുഡ് കണ്ടിന്യൂ ഇൻഡെഫിനിറ്റ്ലി. പക്ഷെ അതൊരു ഹൈപ്പോത്തറ്റിക്കൽ കേസാണ്. ആക്ച്വൽ കേസിൽ എപ്പോഴും എയറിൻ്റെ ഫ്രിക്ഷൻ ഉണ്ടാവും. ആ ഫ്രിക്ഷൻ കാരണം അത് സ്റ്റോപ്പ് ചെയ്യും അല്ലേ. സോ ഇറ്റ് ക്യാൻ ബി ഷോൺ ദാറ്റ് ഇഫ് ദ സ്വിങ്സ് ഓൺ either side of the mean position are very small, it can be approximated as SHM. നിങ്ങളിത് ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, മീൻസ് ബിടെക്കിൽ നിങ്ങൾ SHM വരുന്നുണ്ടോ? ചിലപ്പോൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടാവും. സിമ്പിൾ ഹാർമോണിക് മോഷനായിട്ട് നമുക്കിത് അപ്രോക്സിമേറ്റ് ചെയ്യാം. പക്ഷെ നമ്മൾ ഇവിടെ വൈബ്രേഷൻ എന്ന് പറയുന്നത്, ഈ കേസിൽ വൈബ്രേഷൻ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന വൈബ്രേഷൻ എന്ന് വെച്ചാൽ ഒരു ബോഡി ഇക്വിലിബ്രിയം പൊസിഷൻ നമ്മളതിന് ഡിസ്പ്ലേസ് ചെയ്താൽ അതിനുണ്ടാവുന്നൊരു വൈബ്രേഷൻ അല്ലേ. നോക്കി, ഇതൊരു ഷാഫ്റ്റ്. ഈ ഷാഫ്റ്റിൻ്റെ അറ്റത്തൊരു ഡിസ്ക് ഉണ്ട്. ഈ ഡിസ്കിനെ ഞാൻ ഒന്ന് ഇലോങ്ങേറ്റ് ചെയ്തു, താഴേക്കൊന്ന് വലിച്ചു കഴിഞ്ഞാൽ, എന്നിട്ട് നമ്മൾ ആ ഫോഴ്സ് ഒഴിവാക്കി കഴിഞ്ഞാൽ, ഇഫ് യു റിമൂവ് ദാറ്റ് ഇലോങ്ങേറ്റിംഗ് ഫോഴ്സ്, സ്വാഭാവികമായിട്ട് എന്താണ്? ചിലപ്പോൾ മുകളിലേക്ക് ഒന്ന് റിട്രാക്ട് ചെയ്യും അല്ലേ. ഇപ്പോൾ ഷാഫ്റ്റ് ഈസ് ഇലോങ്ങേറ്റഡ് ഓർ ഷോർട്ടൺ,
എന്ത് സംഭവിക്കും? ആ ഡിസ്ക് മൂവ്സ് അപ്പ് ആൻഡ് ഡൗൺ. ഇങ്ങനെ ഒരു അപ്പ് ആൻഡ് ഡൗൺ മോഷൻ അത് സംഭവിക്കാൻ സാധ്യതയുണ്ട് അല്ലേ? അതാണ് ബോഡിയിലുള്ള വൈബ്രേഷൻ. അതേപോലെ ഇപ്പോൾ ഈ ഷാഫ്റ്റ് ഞാൻ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് പുള്ള് ചെയ്താൽ, ഓക്കെ, എന്നിട്ട് ആ പുള്ളിങ് ഫോഴ്സ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് ഓസിലേറ്റ്, ഒന്ന് വൈബ്രേറ്റ് ചെയ്യും. സപ്പോസ് ഇതൊരു ഡിസ്ക്കാണ്. ഈ ഡിസ്കിന് ഞാൻ ടോപ്പ് വ്യൂവിൽ ഞാൻ ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്വിസ്റ്റിങ് ടു ആൻഡ് ഫ്രോ ട്വിസ്റ്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ? ട്വിസ്റ്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള വൈബ്രേഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പെൻഡുലത്തിൻ്റെ കേസിൽ ഗ്രാവിറ്റി കാരണമാണ് ഈ വൈബ്രേഷൻ. പക്ഷേ ഇവിടെ എന്താണ് റീസൺ? വാട്ട് ഈസ് ദ റീസൺ? ഗ്രാവിറ്റി ആണോ? അല്ല. വാട്ട് ആർ ദ റീസൺസ് ഫോർ ദിസ് കൈൻഡ് ഓഫ് വൈബ്രേഷൻ? ദീസ് ആർ ഡ്യൂ ടു ഇലാസ്റ്റിക് ഫോഴ്സസ്. എന്താണ് ഇലാസ്റ്റിക് ഫോഴ്സസ്? ഇലാസ്റ്റിക് ഫോഴ്സസ് കാരണമുള്ള വൈബ്രേഷൻസ് ആണ്. So whenever a body is displaced from its equilibrium position, okay, I will write that. Whenever a body is displaced from its equilibrium position, work is done on the elastic constraints of the forces on the body and is stored as that work is stored as എന്തായിരിക്കും അത്? നിങ്ങൾ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ പഠിച്ചിട്ടുണ്ടാവും. എന്താണ് ആ വർക്ക്? അത് സ്ട്രെയിൻ എനർജി ആയിരിക്കും. കാരണം ബോഡി സ്ട്രെയിൻഡ് ആണ്. ബോഡി സ്ട്രെയിൻഡ് ആകുമ്പോൾ എനർജി സ്റ്റോർഡ് സ്ട്രെയിൻ എനർജി ആയിരിക്കും. ഇനി നൗ എന്ത് സംഭവിക്കും? ഇഫ് ദി ബോഡി ഈസ് റിലീസ്ഡ്, അപ്പോൾ അപ്ലൈഡ് ഫോഴ്സ് അല്ലെങ്കിൽ ആ ഫോഴ്സ് നമ്മൾ ഡിസ്പ്ലേസ് ചെയ്യാൻ വേണ്ടി ഫോഴ്സ് ആക്ട് ചെയ്യിച്ചിരുന്നല്ലോ. ആ ഫോഴ്സ് നമ്മൾ ഒഴിവാക്കുക. അപ്പോൾ ബോഡി എന്തായി? ബോഡി റിലീസ്ഡ്. The internal force എന്ത് സംഭവിക്കും? The internal forces cause the body to move towards its equilibrium position. Its equilibrium position. Okay. So if the motion is frictionless, the strain energy stored in the body is converted into kinetic energy during the period the body reaches the equilibrium positions. And at that point, എന്തായിരിക്കും? Kinetic energy value maximum ആയിരിക്കും അല്ലേ? So the body passes through the mean position. Kinetic energy is utilized to overcome the elastic forces and is stored in the form of strain energy and so on. എന്താണ് മനസ്സിലായത്? ഒന്ന് വായിച്ചു നോക്കാം. So whenever a body is displaced from its equilibrium position, അതായത് ഇവിടെ ഇതാണ് ഇക്വിലിബ്രിയം പൊസിഷൻ. ഈ ഒരു കേസ് ഞാൻ ഫസ്റ്റ് കേസാണ് എടുക്കുന്നത്. ഇതാണ് ഇക്വിലിബ്രിയം പൊസിഷനിൽ അത് ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടു അല്ലേ? ഡിസ്പ്ലേസ് എന്ന് വെച്ചാൽ സപ്പോസ് ഞാൻ അതിനെ ഇങ്ങോട്ട് വലിച്ചു, ഇലോങ്ങേറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ വർക്ക് ഈസ് ഡൺ ഓൺ ദ ഇലാസ്റ്റിക് കൺസ്ട്രെയിൻസ് ഓഫ് ദ ഫോഴ്സസ് ഓൺ ദ ബോഡി. അപ്പോൾ ഇങ്ങനെ വലിക്കുമ്പോൾ ഇതിൽ ഈ വലിക്കുന്നതിനെതിരെ വലിക്കാൻ വേണ്ടിയിട്ട് എന്താണ്? നമ്മളൊരു വർക്കാണ് ചെയ്യുന്നത്. ആ വർക്ക് എവിടെ സ്റ്റോർ ആയിട്ടുണ്ടാവും? ഈ ബോഡിയുടെ സ്ട്രെയിൻ എനർജി ആയിട്ട് സ്റ്റോർഡ് ആയിട്ടുണ്ടാവും അല്ലേ? കാരണം നമ്മൾ വലിക്കുമ്പോഴും ആ ബോഡിയിൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. അതായത് ഒരു റെസിസ്റ്റിംഗ് ഫോഴ്സ്. ആ റെസിസ്റ്റിംഗ് ഫോഴ്സ് കാരണം എന്തുണ്ടാവും? ഒരു സ്ട്രെയിൻ എനർജി ഫോം ചെയ്യും അല്ലേ? ഇനി എന്താണ് ചെയ്യുന്നത്? വർക്ക് ഈസ് ഡൺ ഓൺ ദ ഇലാസ്റ്റിക് കൺസ്ട്രെയിൻസ് ഓഫ് ദ ഫോഴ്സസ് ഓൺ ദ ബോഡി and is stored as strain energy. Now if the body is released, suppose ഞാൻ ഈ ബോഡി റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ വലിഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് അതായത് മാക്സിമം സ്ട്രെയിൻ എനർജി സ്റ്റോർ ആയിട്ടുണ്ട്. എന്ത് സംഭവിക്കും? ഈ സ്ട്രെയിൻ എനർജി റിലീസാവും. ബോഡി റിലീസ് ചെയ്യുമ്പോൾ സ്ട്രെയിൻ എനർജി റിലീസാവും. അപ്പോൾ സ്ട്രെയിൻ എനർജി വിൽ ഗെറ്റ് കൺവേർട്ടഡ് ഇൻ ടു കൈനറ്റിക് എനർജി. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ആ കൈനറ്റിക് എനർജി കാരണം ഇതെന്താ ചെയ്യും? ഇങ്ങോട്ട് മൂവ് ചെയ്യും അല്ലേ? ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ കൈനറ്റിക് എനർജി മാക്സിമം ആവും. പക്ഷേ ഈ മീൻ പൊസിഷനിൽ മാക്സിമം കൈനറ്റിക് എനർജി അഗെയിൻ എന്തായിട്ട് കൺവേർട്ട് ആവും? അങ്ങോട്ട് അല്ലേ? ഒരു സ്ട്രെയിൻ എനർജി ആയിട്ട് വീണ്ടും കൺവേർട്ട് ആയിട്ട് മുകളിലേക്ക് ഷോർട്ടൻ ആവും. അതായത് ഷാഫ്റ്റ് ഷോർട്ടൻ ആവും.
അപ്പോൾ ഇവിടെ ഈ ഒരു പൊസിഷനിലെത്തുമ്പോൾ മാക്സിമം സ്ട്രെയിൻ എനർജി, അതായത് കൈനറ്റിക് എനർജി 0 ആയി, സ്ട്രെയിൻ എനർജി മാക്സിമം ആയി. എഗെയിൻ ഈ സ്ട്രെയിൻ എനർജി താഴേക്ക്, സ്ട്രെയിൻ എനർജി കാരണം താഴേക്ക് ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് വരാനുള്ള ടെൻഡൻസി വരും. അപ്പോൾ വീണ്ടും കൈനറ്റിക് എനർജി മാക്സിമം ആവും. കൈനറ്റിക് എനർജി മാക്സിമം ആയിട്ട് എന്ത് സംഭവിക്കും? വീണ്ടും കൈനറ്റിക് എനർജി സ്ട്രെയിൻ എനർജി ആയിട്ട് ചേഞ്ച് ആവാനുള്ള ടെൻഡൻസി വരും. അങ്ങനെ ഒരു ടു ആൻഡ് ഫ്രോ അതാണ് വൈബ്രേഷൻ. ആ ടു ആൻഡ് ഫ്രോ, കൈനറ്റിക് ചേഞ്ച് ഓഫ് എനർജി ഫ്രം കൈനറ്റിക് എനർജി ടു സ്ട്രെയിൻ എനർജി ടു കൈനറ്റിക് എനർജി, അങ്ങനെ അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബോഡിക്ക് എന്ത് ഇക്വിലിബ്രിയം പൊസിഷനിൽ മുകളിലേക്കും താഴേക്കും ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് ടു ആൻഡ് ഫ്രോ മോഷൻ വരുന്നത്. ഓക്കെ, അതാണ് ആ ഒരു ഫിനോമിനയാണ് നമ്മൾ എന്ത് പറയുക, വൈബ്രേഷൻ. അപ്പോൾ പെൻഡുലത്തിൻ്റെ കേസിൽ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി ആവും, പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആവും. പക്ഷേ നമ്മൾ ഇവിടെ ബോഡീസിൻ്റെ കേസിൽ ഇലാസ്റ്റിക് കൺസ്ട്രെയിൻസ് കാരണം ഉണ്ടാകുന്ന സ്ട്രെയിൻ എനർജിയാണ് കൈനറ്റിക് എനർജി ആയിട്ടും വീണ്ടും സ്ട്രെയിൻ എനർജി, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ടു ആൻഡ് ഫ്രോ കൺവേർഷൻ നടക്കും. ഓക്കെ, അപ്പോൾ ഞാനിതിപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് ഒരു കേസ്, അതേപോലെ ഡിഫറെൻറ്റ് കേസ്, ഇത് വേറൊരു കേസ്. അതായത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും, ഇതെന്ന് വെച്ചാൽ ട്വിസ്റ്റിങ്, ഇങ്ങനെയും ട്വിസ്റ്റിങ്, ഇത് ടു ആൻഡ് ഫ്രോ താഴേക്കും മുകളിലേക്കും, ഇത് ലെഫ്റ്റ് റൈറ്റ്, ഇത് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ്, ഇങ്ങനെ റൊട്ടേഷൻ. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള വൈബ്രേഷൻസ് പോസിബിൾ ആണ് ഒരു ബോഡിയിൽ. എന്താണ് കാരണം? വൈബ്രേഷൻസ് ആർ ഡ്യൂ ടു ഇലാസ്റ്റിക് ഫോഴ്സസ് ആണ്. കാരണം ബോഡിക്ക് എന്ത് ടെൻഡൻസി ഉണ്ട്? ടു റീഗെയിൻ ഇറ്റ്സ് ഷേപ്പ് വെൻ ദ അപ്ലൈഡ് ഫോഴ്സ് ഈസ് റിമൂവ്ഡ്. അതാണ് ഇലാസ്റ്റിസിറ്റി വെച്ചാൽ whenever a force is applied, the body tends to change its size or shape, അല്ലേ? പക്ഷേ when the applied force is removed, the body try to regain its ഒറിജിനൽ ഷേപ്പ് ഓർ സൈസ്. അതാണ് ഇലാസ്റ്റിക്. എന്തുകൊണ്ടാണ്? ഇലാസ്റ്റിക് ഫോഴ്സ് കാരണം. അതാണ് ഇലാസ്റ്റിസിറ്റി, പ്രോപ്പർട്ടി ഓഫ് ഇലാസ്റ്റിസിറ്റി. ഓക്കെ, സോ ഇതാണ് വൈബ്രേഷൻ്റെ ഒരു ബേസിക് ഐഡിയ. ഓക്കെ, ബേസിക് ഐഡിയ. അതിന് കുറച്ച് ഡെഫിനേഷൻസ് നമുക്ക് നോക്കാം. ഒന്നാമത് ഫ്രീ ഓർ നാച്ചുറൽ വൈബ്രേഷൻ. നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. ഫ്രീ ഓർ നാച്ചുറൽ വൈബ്രേഷൻസ് എന്താണെന്ന് നോക്കാം. എന്താണ് elastic vibrations? Free or natural vibrations are elastic vibrations in which there are no friction and external forces after the initial release of the body. അപ്പോൾ ഞാൻ പറയാൻ വിട്ട ഒരു സംഭവം എന്ന് വെച്ചാൽ, ഇവിടെ ഈ സ്ട്രെയിൻ എനർജി കൈനറ്റിക് എനർജി ആവും, കൈനറ്റിക് എനർജി സ്ട്രെയിൻ എനർജി ആവും, അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ആയിക്കൊണ്ടിരിക്കൂലേ. പക്ഷേ അവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ വൈബ്രേഷൻ നിൽക്കൂ, അല്ലേ? if there is friction, then the vibrations will stop at a particular point of time. അല്ലെങ്കിൽ or else the vibration will continue indefinitely. അതാണ് ഫ്രിക്ഷൻ ആണ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യിക്കുക. വൈബ്രേഷൻ സ്റ്റോപ്പ് ചെയ്യിക്കണമെങ്കിൽ ഫ്രിക്ഷൻ വേണം. നോക്കാം. ഫ്രീ ഓർ നാച്ചുറൽ വൈബ്രേഷൻ എന്ന് വെച്ചാൽ, ഒരു പ്രാവശ്യം നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് ബോഡീനെ ഒരു സ്ഥലത്തേക്ക് വലിക്കുകയോ ട്വിസ്റ്റ് ചെയ്യുകയോ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട്, പിന്നെ ആ ഇനീഷ്യൽ റിലീസ് ഓഫ് ദ ബോഡി ചെയ്ത് കഴിഞ്ഞാൽ there should not be any external forces. ഓക്കെ, എക്സ്റ്റേണൽ ഫോഴ്സ് പിന്നെ ഉണ്ടാകാൻ പാടില്ല. അതായത് ആദ്യത്തെ ഒരു വലിക്കലിൽ മാത്രമേ ഫോഴ്സ് ഉണ്ടാകാൻ പാടുള്ളൂ. ജസ്റ്റ് ടു മൂവ് ദാറ്റ് ബോഡി ഫ്രം ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ, initially we apply a force. Then after the first release of the body, if there are no external forces and if there is no friction, such vibrations are called free or natural vibration. അതാണ് ഫ്രീ ഓർ നാച്ചുറൽ വൈബ്രേഷൻ. രണ്ടാമത്തെ ഡാംപ്ഡ് വൈബ്രേഷൻ. അപ്പോൾ ഇവിടെ നോ ഫ്രിക്ഷൻ ആൻഡ് എക്സ്റ്റേണൽ ഫോഴ്സസ് ആഫ്റ്റർ ദ ഇനീഷ്യൽ റിലീസ്. അങ്ങനെയുള്ള വൈബ്രേഷൻസ് ആണ് ഫ്രീ ഓർ നാച്ചുറൽ വൈബ്രേഷൻ. ഡാംഡ് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ when the energy of a vibrating system is gradually dissipated by friction and other resistance. അതായത് എനർജി സ്ട്രെയിൻ എനർജി കൈനറ്റിക് എനർജി സ്ട്രെയിൻ എനർജി ആകും, പക്ഷേ ആ വാല്യൂ സെയിം ആയിട്ട് നിൽക്കും. പക്ഷേ if the energy is dissipated by friction, കാരണം ഒരു ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ ലോസ് ഓഫ് എനർജി ഉണ്ടാവും. അങ്ങനെ എനർജി ഡെസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ if there is friction, അങ്ങനെയുള്ള വൈബ്രേഷൻസിനെയാണ് ഡാംപ്ഡ് ഫ്രിക്ഷൻ. if there is friction, ഡാമ്പിങ് ടേക്സ് പ്ലേസ്. ഡാമ്പിങ് എന്ന് വെച്ചാൽ അത് ഒരു പർട്ടിക്കുലർ
point of time gradually vibration stop and the system rest in equilibrium position. അതായത് സിസ്റ്റം equilibrium പൊസിഷനിലേക്ക് തിരിച്ചെത്തും. അങ്ങനെയുള്ള വൈബ്രേഷനാണ് ഡാംപ്ഡ് വൈബ്രേഷൻ. പിന്നെ മൂന്നാമത്തത് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഉണ്ട്. ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്താണ്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ when a repeated force continuously acts on a system. A repeated force continuously, അതായത് ഇനീഷ്യൽ റിലീസിന് ശേഷവും ഒരു ഫോഴ്സ് കണ്ടിന്യൂസ്ലി ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, കണ്ടിന്യൂസ്ലി ആക്ട്സ് ഓൺ എ സിസ്റ്റം, such vibrations are said to be forced. അപ്പോൾ the frequency of the vibrations is that of the applied force. അപ്പോൾ അപ്ലൈഡ് ഫോഴ്സിൻ്റെ വൈബ്രേഷനിലായിരിക്കും അപ്ലൈഡ് ഫോഴ്സിൻ്റെ ഫ്രീക്വൻസിയിലായിരിക്കും വൈബ്രേഷൻ്റെയും ഫ്രീക്വൻസി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം, കാരണം നമ്മൾ ഫ്രീ വൈബ്രേഷനും ഫോഴ്സ് വൈബ്രേഷൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ വൈബ്രേഷൻ എന്ന് വെച്ചാൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതായത് ഇനീഷ്യൽ റിലീസിന് ശേഷവും നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതാണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. നാലാമത്തെ ഒരു ടേം എന്ന് വെച്ചാൽ പീരിയഡ്. എന്താണ് പീരിയഡ്? ഇറ്റ് ഈസ് എ ടൈം ടേക്കൺ ബൈ എ മോഷൻ ടു റിപ്പീറ്റ് ഇറ്റ് സെൽഫ്. അതായത് ഒരു പർട്ടിക്കുലർ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ. ഇറ്റ് ഈസ് എ ടൈം ടേക്കൺ ബൈ എ മോഷൻ ടു റിപ്പീറ്റ് ഇറ്റ് സെൽഫ്. അപ്പോൾ ഒരു സൈക്കിള് റിപ്പീറ്റ് ചെയ്യാനുള്ള ടൈം, അതായത് ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ, ഒരു പർട്ടിക്കുലർ ടു ആൻഡ് ഫ്രോ മോഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈമിനാണ് പീരീഡ്. അത് യൂണിറ്റ് സെക്കൻഡ്സിലായിരിക്കും. സെക്കൻഡ്സ് ആയിരിക്കും ഇതിൻ്റെ ഇറ്റ് വിൽ ബി മെഷർഡ് ഇൻ സെക്കൻഡ്സ്. അപ്പോൾ എന്താണ് സൈക്കിള് എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് ഈസ് എ മോഷൻ കംപ്ലീറ്റഡ് ഡ്യൂറിങ് വൺ പീരിയഡ് ടൈം. അതായത് ഒരു പീരിയഡിൽ കംപ്ലീറ്റ് ചെയ്യുന്ന മോഷൻ. ഇറ്റ് ഈസ് ദ മോഷൻ കംപ്ലീറ്റഡ് ഇൻ during one time period. അപ്പോൾ സപ്പോസ് ഇത് ഒരു ഇക്വിലിബ്രിയം പൊസിഷനിലുള്ള ഒരു ഷാഫ്റ്റ്, സപ്പോസ് ഇതൊരു ഷാഫ്റ്റ്, ഇതാണ് മെയിൻ പൊസിഷൻ എങ്കിൽ ഞാനിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് സപ്പോസ് ഈ ഒരു പൊസിഷനിലെത്തി, ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് പോയി തിരിച്ച് മുകളിലേക്ക് പോയി തിരിച്ച് ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് എത്തുന്ന ആ ഒരു മോഷനെയാണ് നമ്മൾ ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. അതായത് ആദ്യം ഇവിടുന്ന് റിലീസ് ചെയ്തല്ലേ, ഇവിടെ പോയി തിരിച്ചിങ്ങോട്ട് വരുന്നതാണ് ആ ഒരു മോഷനെയാണ് നമ്മൾ സൈക്കിൾ എന്ന് വിളിക്കുക. സൈക്കിൾ. ഓക്കെ, എന്താണ് ഫ്രീക്വൻസി നോക്കുക. അപ്പോൾ ഒരു സൈക്കിളിന് എടുക്കുന്ന ടൈമാണ് പീരിയഡ്. എന്താണ് ഫ്രീക്വൻസി എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് സൈക്കിൾസ് ഓഫ് മോഷൻ കംപ്ലീറ്റഡ് ഇൻ 1 second. നമ്പർ ഓഫ് സൈക്കിൾസ് ഓഫ് മോഷൻ കംപ്ലീറ്റഡ് ഇൻ 1 second. ഒരു സെക്കൻഡിൽ, അതായത് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ ഒരു 1 സൈക്കിളിൻ്റെ ടൈം ഇപ്പോൾ സപ്പോസ് ഒരു എക്സ് സെക്കൻഡ് ആണെങ്കിൽ അപ്പോൾ എക്സ് ആണ് എന്ത്? ടൈം പീരിയഡ് ടി. അങ്ങനെയാണെങ്കിൽ 1 സെക്കൻഡിൽ എത്ര സൈക്കിൾ, ഹൗ മച്ച് സൈക്കിൾ ഈസ് കംപ്ലീറ്റഡ്? Y സൈക്കിൾസ്. അപ്പോൾ അതിനെയാണ് ഈ വൈനെയാണ് എന്ത് പറയുക? Y ഈസ് ദി ഫ്രീക്വൻസി. വൈനെ നമ്മൾ എന്ത് വിളിക്കും? ഫ്രീക്വൻസി എന്ന് വിളിക്കും. അപ്പോൾ എന്തായിരിക്കും y എന്ന് വെച്ചാൽ 1/x ആയിരിക്കും. y വിൽ ബി ഈക്വൽ ടു 1/x. 1 ടൈം പീരീഡ് ആയിരിക്കും അല്ലേ? 1 ടൈം പീരീഡ് ആയിരിക്കും. ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ, അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഹെർട്സ്. HZ എന്ന് പറയും. ഹെർട്സ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 1 cycle per second. 1 hertz എന്ന് വെച്ചാൽ 1 cycle per second. 1 cycle per second ആണെങ്കിൽ അതിനെ 1 hertz വിളിക്കും.
ഇനി നമ്മൾ ഏഴാമത്തെ ഒരു പോയിന്റ് വെച്ചാൽ റെസോണൻസ് ആണ്. റെസോണൻസ് എന്താണ് റെസോണൻസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. തൽക്കാലം നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക. വെൻ ദ ഫ്രീക്വൻസി, അതായത് ഒരു ഫോഴ്സ്ഡ് വൈബ്രേഷൻ്റെ കേസിൽ അതായത് ഈ എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ഒരു ഫ്രീക്വൻസി ഉണ്ടാവുമല്ലോ. ഒരു ഫോഴ്സ്ഡ് വൈബ്രേഷൻ്റെ കേസിൽ എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു റിപ്പീറ്റഡ് ഫോഴ്സാണ്. റിപ്പീറ്റഡ് ഫോഴ്സ് ആകുമ്പോൾ അതിനൊരു ഫ്രീക്വൻസി ഉണ്ട് അല്ലേ, അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ഫ്രീക്വൻസി ആ ഒരു ബോഡിയുടെ നാച്ചുറൽ വൈബ്രേഷൻ ആയിരുന്നെങ്കിൽ അതിനൊരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ടായേനെ. അപ്പോൾ അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ഫ്രീക്വൻസിയും സെയിം ആണെങ്കിൽ റെസോണൻസ് എന്നുള്ള സ്റ്റേറ്റിലേക്ക് എത്തുന്ന പറയാം. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ്സ് മാക്സിമം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയുന്നതായിരിക്കും ബെറ്റർ. ഇതിൻ്റെ ഒരു ഡെഫിനേഷൻ എന്ന് വെച്ചാൽ, ഇഫ് frequency of external force is same as that of natural frequency of the system. സിസ്റ്റത്തിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി എന്നൊരു സംഗതി ഉണ്ട്. അതായത് നാച്ചുറൽ വൈബ്രേഷൻ്റെ കേസിൽ ടു ആൻഡ് ഫ്രോ മോഷൻ നടക്കുമ്പോൾ അതിനൊരു ഫ്രീക്വൻസി നമുക്ക് ഫ്രീക്വൻസി പറയാം. ഫ്രീക്വൻസി നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ്. ആ ഫ്രീക്വൻസിയും നമ്മൾ എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഫ്രീക്വൻസിയും സെയിം ആകുമ്പോഴുള്ള ഒരു അവസ്ഥ തന്നെയാണ് നമ്മൾ റെസോണൻസ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഈ ടു ആൻഡ് ഫ്രോ മോഷൻ എന്ന് വെച്ചാൽ ഈ ഒരു ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവുമല്ലോ, മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ്, അതാണ് ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് വെരി ലാർജ് ആവും, ഡേഞ്ചറസ്ലി ലാർജ് ആവും. അതാണ് റെസോണൻസ് എന്നുള്ള ഒരു ഫിനോമിനൻ. ഓക്കെ, അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരുന്ന സെഷൻസിൽ പഠിക്കാവുന്നു. ഓക്കെ, തൽക്കാലം ഈ ഒരു ഡെഫിനേഷൻ നിങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ നമ്മൾ ടൈപ്സ് ഓഫ് വൈബ്രേഷൻ നമ്മൾ ഓൾറെഡി കണ്ടു അല്ലേ. നമ്മൾ 3 ടൈപ്പ്, മെയിൻലി 3 ടൈപ്പ് ഉണ്ട്. ഞാനൊരു ഫിഗർ കാണിച്ചല്ലേ. ഓക്കെ, ഇതിൽ ABC 3 ടൈപ്പ് കണ്ടോ, 3 ഫിഗർ കാണുന്നില്ലേ. ഇതിൽ ഒന്നാമത്തേന് നമ്മൾ ഇതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻ. ഇത് ലോഞ്ചിറ്റ്യൂഡിനൽ. ഇത് ട്രാൻസ്വേഴ്സ് ആണ്, ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ. ഇതിന് മൂന്നാമത്തെ നമുക്ക് ടോർഷണൽ വൈബ്രേഷൻ എടുക്കും. അപ്പോൾ എന്താണ് ലോഞ്ചിറ്റ്യൂഡൽ വൈബ്രേഷൻ? അപ്പോൾ ഈ ഫിഗറിൽ നമ്മൾ കാണുന്നത് ഒരു ഷാഫ്റ്റ്, അതിൻ്റെ മാസ് നമ്മൾ ഓൾമോസ്റ്റ് അപ്രോക്സിമേറ്റ്ലി 0, അതായത് മാസ്ലെസ് ഷാഫ്റ്റ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഓക്കെ, സോ വൺ എൻഡ് ഓഫ് വിച്ച് ഈസ് ഫിക്സഡ് ആൻഡ് അതർ എൻഡ് ക്യാരിങ് എ ഹെവി ഡിസ്ക് അല്ലേ. ഒരു മാസ്ലെസ് ഷാഫ്റ്റ് ഉണ്ട്, അതിൻ്റെ ഒരറ്റം ഫിക്സ്ഡും രണ്ടാമത്തെ അറ്റം ഒരു ഡിസ്കും ആണെങ്കിൽ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ട് 3 ടൈപ്പ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻ എന്താണ്? ദ ഷാഫ്റ്റ് ഈസ് ഇലോങ്ങേറ്റഡ് ആൻഡ് ഷോർട്ടൻഡ് സോ ദാറ്റ് ദ സെയിം മൂവ്സ് അപ്പ് ആൻഡ് ഡൗൺ റിസൾട്ടിങ് ഇൻ എ ടെൻസൈൽ ആൻഡ് കംപ്രസീവ് സ്ട്രെസ് ഇൻ ദ ഷാഫ്റ്റ്. താഴേക്ക് മുകളിലേക്ക് പോകുമ്പോൾ എങ്ങനെയുള്ള സ്ട്രെസ്സാണ് ഡെവലപ്പ് ചെയ്യുന്നത്? എങ്ങനെയുള്ള സ്ട്രെസ്സാണ്? ടെൻസൈൽ ആൻഡ് കംപ്രസീവ് സ്ട്രെസ് അല്ലേ. സോ ദ വൈബ്രേഷൻസ് വിൽ ബി ലോഞ്ചിറ്റ്യൂഡ്, താഴേക്ക് മുകളിലേക്കുള്ള വൈബ്രേഷൻസ് ആയിരിക്കും. Okay, so the different particles of the body move parallel to the axis of the body. അതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻ. നേരെ മറിച്ച് ട്രാൻസ്വേഴ്സിലോ, when the shaft is bend alternatively, ഇങ്ങോട്ട് ബെൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ, അപ്പോൾ അവിടെ ടെൻസൈൽ ആൻഡ് കംപ്രസീവ് സ്ട്രെസ് ഡ്യൂ ടു ബെൻഡിങ് ഉണ്ടാവും അല്ലേ. ബെൻഡിങ് സ്ട്രെസ്സസ് ഉണ്ടാവും, അത് കംപ്രസീവ് ആവുമ്പോൾ ടെൻസൈൽ ആവും. അങ്ങനെ ഒരു ട്രാൻസ്വേഴ്സ്, ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഉള്ള ഒരു ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ. പാർട്ടിക്കിൾസ് ഓഫ് ദ ബോഡി മൂവ് അപ്രോക്സിമേറ്റ്ലി പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ്, അതായത് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് മൂവ് ചെയ്യുക അല്ലേ. ഇനി മൂന്നാമത്തെ ടൈപ്പ് വെച്ചാൽ എന്താണ്? ദ ഷാഫ്റ്റ് ഈസ് ട്വിസ്റ്റഡ് ആൻഡ് അൺട്വിസ്റ്റഡ് ആൾട്ടർനേറ്റീവ്ലി. അപ്പോൾ അവിടെ എന്തുണ്ടാവും? എങ്ങനെയുള്ള സ്ട്രെസ്സാണ്? ഷിയർ സ്ട്രെസ്, ടോർഷണൽ ഷിയർ സ്ട്രെസ്സസ് ആർ ഇൻഡ്യൂസ്ഡ്. സോ ദ വൈബ്രേഷൻസ് ആർ നോൺ ആസ് ടോർഷണൽ വൈബ്രേഷൻസ്. ഇവിടെ the particles of the body move in a circle about the axis of the shaft.
ഷാഫ്റ്റിൻ്റെ ബേസ് ഒരു ഷാഫ്റ്റിൻ്റെ ആക്സിസിന് അതിൻ്റെ ഒരു സർക്കുലാർ മൂവ്മെൻറ്റ് അല്ലേ, സർക്കുലാർ മൂവ്മെൻറ്റ് അബൌട്ട് ദാറ്റ് പർട്ടിക്കുലർ ആക്സിസ് ഓഫ് ദ ഷാഫ്റ്റ്. ഇങ്ങനെയുള്ള 3 ടൈപ്പ് ഓഫ് വൈബ്രേഷൻസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ വൈബ്രേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി നമുക്ക് അടുത്ത സെഷനിൽ ചെയ്യാം. അപ്പോൾ ഐ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് സം ഓഫ് ദ ബേസിക് ideas behind vibrations and some of the basic terms that you must remember always while you are analyzing a vibrating system, and 3 different types of vibrations that we often see in real life problems. Okay, thank you.